സ്പൈഡർമാൻ ബ്രാൻഡുടയിൽ ജീൻ ഗ്രേ വന്നതിന് ശേഷം എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് മ്യൂട്ടൻസ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മാർവലിൽ മ്യൂട്ടൻസ് എങ്ങനെയാണ് ഉണ്ടായത്? സ്പൈഡർമാനെ പോലെ ചിലന്തി കടിച്ചത് കൊണ്ടാണോ? അതോ ഹൾക്കിനെ പോലെ ഗാമ റേഡിയേഷൻ കൊണ്ടാണോ? അതോ ഇതിന് പിന്നിൽ വേറെ ഒരു വലിയ കഥയുണ്ടോ? സത്യം പറഞ്ഞാൽ മാർവൽ യൂണിവേഴ്സിലെ ഏറ്റവും പഴക്കമുള്ള കഥകളിൽ ഒന്നാണ് മ്യൂട്ടൻസിന്റെ ഒറിജിൻ. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, മ്യൂട്ടൻസിനും സൂപ്പർ ഹീറോസിനും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. സ്പൈഡർമാന് ചിലന്തി കടിച്ചത് കൊണ്ടാണ് പവേഴ്സ് കിട്ടിയത്. ഫാന്റാസ്റ്റിക് ഫോറിന് കോസ്മിക് റേഡിയേഷൻ കൊണ്ടാണ് പവേഴ്സ് കിട്ടിയത്. ഹൾക്കിന് ഗാമ റേഡിയേഷൻ. പക്ഷേ മ്യൂട്ടൻസിന് അങ്ങനെയല്ല. മ്യൂട്ടൻസ് ജനിക്കുമ്പോൾ തന്നെ മ്യൂട്ടൻസ് ആണ്. കാരണം അവരുടെ ശരീരത്തിൽ ജന്മന തന്നെ എക്സ് ജീൻ എന്നൊരു പ്രത്യേക ജീൻ ഉണ്ടാകും. അപ്പോഴൊരു ചോദ്യം, ഈ എക്സ് ജീൻ എവിടെ നിന്നാണ് വന്നത്? അതിനുള്ള ഉത്തരം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് തുടങ്ങുന്നത്. മാർവൽ കോമിക്സ് പ്രകാരം ഭൂമിയിൽ മനുഷ്യർ ഉണ്ടാകുന്നതിന് വളരെ മുമ്പ് സെലസ്റ്റിയൽസ് എന്ന കോസ്മിക് ബീങ്സ് ഭൂമിയിലെത്തി. അവർ മനുഷ്യരുടെ പൂർവികരിൽ ജനറ്റിക് എക്സ്പെരിമെന്റുകൾ നടത്തി. ആ പരീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് 3 വിഭാഗങ്ങൾ ഉണ്ടായത്. 1 ഹ്യൂമൻസ്, 2 എറ്റേണൽസ്, 3 ഡീവിയൻസ്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഹിഡൻ ജനറ്റിക് ചേഞ്ചും അവർക്കുണ്ടായി. അതാണ് പിന്നീട് എക്സ് ജീനായി മാറിയത്. ഈ എക്സ് ജീൻ എല്ലാവരിലും ആക്റ്റീവ് ആയില്ല. തലമുറകളായി അത് പാസ് ചെയ്തു പോകും. പക്ഷേ ചില ആളുകളിൽ മാത്രമാണ് അത് ആക്റ്റീവ് ആകുന്നത്. സാധാരണയായി പ്യൂബർട്ടി സമയത്തോ അല്ലെങ്കിൽ വലിയ ഇമോഷണൽ സ്ട്രെസ്, ട്രോമ അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യമോ വന്നാൽ എക്സ് ജീൻ ആക്റ്റീവ് ആകും. അതോടെയാണ് അവർ മ്യൂട്ടൻ പവേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജീൻ ഗ്രേയുടെ പവേഴ്സ് ചെറുപ്പത്തിൽ തന്നെ ആക്റ്റീവ് ആയത്. റോഗിന്റെ നോക്കുകയാണെങ്കിൽ പവേഴ്സ് ആദ്യത്തെ കിസ്സിനിടയിലാണ് ആക്റ്റീവ് ആയത്. സൈക്ലോപ്സിന്റെ പവർ ടീനേജിലാണ് വന്നത്. ഓരോ മ്യൂട്ടൻസിനും ട്രിഗർ വ്യത്യാസമായിരിക്കും. പക്ഷേ കാരണം ഒന്ന് മാത്രം, എക്സ് ജീൻ. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം നോക്കാം. മ്യൂട്ടൻസിനെ ആരും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അവർ ജന്മന തന്നെ മ്യൂട്ടൻസ് ആണ്. അതുകൊണ്ടാണ് മാർവൽ യൂണിവേഴ്സിൽ മ്യൂട്ടൻസിനെ അടുത്ത എവല്യൂഷൻ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് വിളിക്കുന്നത്. പ്രൊഫസർ എക്സ് വിശ്വസിക്കുന്നത് മ്യൂട്ടൻസ് ആണ് മനുഷ്യരുടെ അടുത്ത എവല്യൂഷൻ. പക്ഷെ മെഗ്നീറ്റോ വിശ്വസിക്കുന്നത് മ്യൂട്ടൻസ് മനുഷ്യരെ റീപ്ലേസ് ചെയ്യുമെന്നും. ഇതായിരുന്നു എക്സ്മെൻ കഥകളിലെ ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ്. ഇനി എംസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ ടൈം ലൈൻസ് നോക്കിയാൽ മ്യൂട്ടൻസിന്റെ തുടക്കം പതിയെ തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോറവറിൽ നമോർ ഒരു മ്യൂട്ടന്റ് ആണെന്ന് നേരിട്ട് പറഞ്ഞിരുന്നു. അതിനുശേഷം മിസ് മാർവൽ സീരീസിൽ കമല ഒരു മ്യൂട്ടന്റ് ആണെന്നുള്ള വലിയൊരു ടീസ് തന്നിരുന്നു. ഇപ്പോൾ സ്പൈഡർമാൻ ബ്രാൻഡുടയിൽ ജീൻ ഗ്രേ വന്നതോടെ മ്യൂട്ടൻസിന്റെ എണ്ണം വീണ്ടും കൂടാൻ തുടങ്ങിയിരിക്കുകയാണ്. അതായത് മാർവൽ പതിയെ പതിയെ എക്സ്മെനിലേക്കുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുകയാണെന്ന് തന്നെ പറയാം. ഇനി റൂമർ പ്രകാരം കെയ്ലി സ്പെനി റോഗായി എത്തിയാൽ ജീൻ ഗ്രേ, എമ്മ ഫ്രോസ്റ്റ്, റോഗ് ഇങ്ങനെ എക്സ്മെൻ ടീമിന്റെ പ്രധാന കഥാപാത്രങ്ങൾ ഒന്നൊന്നായി എംസിയിലേക്ക് എത്താൻ തുടങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും.